നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ കാണുന്ന ബിൽഡിങ് ഭ്രമരം പോയിൻ്റ് എന്ന് എഴുതി വച്ചിരിക്കുന്നത് കാണാം. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് മൂന്നാർ കാന്തല്ലൂരുള്ള ഭ്രമരം വ്യൂ പോയിൻ്റ് എന്നുള്ള സ്ഥലമാണ്. 2009 മോഹൻലാലിൻ്റെ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ പളനിസ്വാമിയാണ്. ആ സിനിമ ഫേമസായി അതിനുശേഷം വളരെയധികം ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ഭ്രമരം വ്യൂ പോയിൻ്റ് എന്ന് തന്നെയാക്കി സ്ഥലത്തിൻ്റെ പേര്. ഇവിടേക്ക് പോകുന്നെങ്കിൽ ഓഫ് റോഡ് വാഹനങ്ങൾ മാത്രമേ പോവുള്ളൂ. ഏതാണ്ട് ഒരു 200 മീറ്റർ ദൂരം, അല്ലെങ്കിൽ കാറിൽ അവിടെ മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് നടക്കണം. ജീപ്പ് സഫാരിയൊക്കെ നിങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു 200 മീറ്റർ നടക്കണം. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണിത്. അവിടെ ഏറുമാടം ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ സിനിമയിലെ ലൊക്കേഷനിലുണ്ടായിരുന്ന ഒരു വീടും മോഹൻലാലിരുന്ന് സംസാരിച്ചിരുന്ന ആ ബെഞ്ചും ഒക്കെ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. കൂടാതെ ഇതിനോട് ചേർന്ന് തന്നെ പളനിസ്വാമിയുടെ ഒരു ഇഞ്ചിപ്പുൽ തൈലം മാറ്റുന്ന ഒരു ചെറിയൊരു കേന്ദ്രം കൂടിയുണ്ട്. വളരെയധികം സന്ദർശകർ നിത്യേന എന്നോണം ഇവിടെ വരുന്നതാണ്. ഈ കാന്തല്ലൂരിലെ തന്നെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറി ഈ ഭ്രമരം വ്യൂ പോയിൻ്റ്. ആ ഭ്രമരം വ്യൂ പോയിൻറ്റും അതിന് ചുറ്റുമുള്ള കാഴ്ചകളുമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഈ ഭ്രമരം വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കാം. ഈ വീഡിയോ അവസാനം വരെ കാണുക. ാണ് ഭ്രമരം വ്യൂ പോയിൻ്റ്. ഇവിടെ ഒരു ഏറുമാടമുണ്ട്. ഓഫ് റോഡ് വെഹിക്കിൾ മാത്രമേ ഇവിടെ വരികയുള്ളൂ.
ഞാനൊന്ന് വേണ്ടതൊക്കെ പോയപ്പോ ചമീലിനെ കണ്ടു. പാർക്കിലും സൂവിലൊന്നും അല്ല, ഈ ബീച്ചിന്റെ അവിടെ ഇല്ലേ, അവിടെ അവിടെ ഞങ്ങൾ ഞാനും ഞാനും കുഞ്ഞുവാവയും കുറെ അണ്ണാനുകളും കാക്കയൊക്കെ ഉണ്ടായിരുന്നു. അതിനെ പിടിക്കാൻ പോയി. അതിൻ്റെ ഇടയിൽ അന്ന കണ്ടത്, അതിനെയും പിടിക്കാൻ പോയി. പക്ഷെ കിട്ടിയില്ല ഒന്നിനെ. പക്ഷെ എന്നെ പോലെ എക്സ്പേർട്സിനൊന്നും കുഴപ്പമില്ല. പറയാം. കുഞ്ഞും തള്ളി അടയ്ക്കുന്ന സ്ഥലം ഇതാണ് അല്ലേ? അച്ഛന്മേല് കാണുന്ന ഇത് മോഹൻലാലിന്റെ വീട് വച്ചിരുന്ന സ്ഥലമാണിത് അല്ലേ? ഇത് ഈ അതിർത്തി കെട്ടിയിട്ട് അല്ലേ? മോഹൻലാലിന് സംസാരിച്ചിരുന്നൊക്കെ സ്ഥലം ഇത് ഇതാണല്ലേ ഈ കെട്ടിയിരിക്കുന്നത്, ഈ ബെഞ്ച്. ലെമൺ ഗ്രാസ് അല്ലേ? നീലക്കുറിഞ്ഞി ചെടി 8 വർഷം മുമ്പ് പൂത്താണ്. ഇനി 4 വർഷം കൊണ്ട് കഴിയണം. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ചെടിയാണിത്.
മോഹൻലാലിൻ്റെ ഭ്രമണത്തിലുണ്ടായിരുന്ന വീടാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ ഒരു ഷെഡ്, ഓല ഷെഡായിട്ട് കാണുന്നത്. കുട്ടിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഭ്രമരം പോയിന്റിൽ നിന്ന് വീണ്ടും തിരിക്കുകയാണ്. നല്ലൊരു ഓഫ് റോഡാണ്. പക്ഷേ ഇറങ്ങി വരാനായിട്ട് നമുക്കിത് 4 വീലൊന്നും ഇടേണ്ടി വന്നില്ല, ഇറക്കമായിരുന്നു. കയറി പോകാനായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടാ 4 വീല് വേണ്ടി വരും. നീലക്കുറിഞ്ഞി പോലത്തെ നീലപ്പൂ. വണ്ടി അങ്ങോട്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് റോഡ് പിടിക്കാൻ പറയുന്നു. തെന്നി മാറിയല്ലേ. തലയിടിക്കരുത്. അല്ല, ഇതിൽ സീറ്റ് ബെൽറ്റിങ്ങിൽ ഇടാം. ജീപ്പിൽ വരുമ്പോൾ ഒരു ബെൽറ്റ് നടക്കില്ല. അവര് പറയണത് ജീപ്പുകാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കോ.
റോഡ് പോകണുണ്ടോ? ഇതാണ് ഈ ഓഫ് റോഡ് എന്ന് പറയുന്നത്. നട്ടെല്ലാം അടക്കം ഇളകുന്നല്ലേ? അപ്പോൾ നമ്മളങ്ങനെ ആ ഓഫ് റോഡിൽ നിന്ന് കയറി ഈ ടാറിട്ട റോഡിലേക്ക് എത്തി. ഇതൊരു ചെറിയ വഴിയാണ്. ഇതൊരു ഹെയർ പിൻ ബെൻഡാണ് ഈ ജീപ്പുകൾ വരുന്നത് കാണുന്നത്. ഈ ഭ്രമരം പോയിന്റിലേക്കുള്ള വഴി തുടങ്ങുന്നത് സിപ്പ് ലൈനിൻ്റെ അടുത്തു നിന്നാണ്. അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി ഒരു ഹെയർ പിൻ ബെൻഡോട് കൂടിയാണ് ആ റോഡ് തുടങ്ങുന്നത്. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. സിപ്പ് ലൈനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഭ്രമരം പോയിന്റിലേക്ക് വരുന്നവർക്ക് വഴി തെറ്റാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഈ സിപ്പ് ലൈനിൻ്റെ അടുത്തു നിന്ന് ആണ് നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ടത്. നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.